ഞാൻ ഈ ചിരി ചിരിക്കുന്ന എന്താന്ന് എൻ്റെ യൂട്യൂബ് സബിന് മനസ്സിലായിട്ടുണ്ടാവും, ഫാമിലിക്ക് മനസ്സിലായിട്ടുണ്ടാവും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കക്ക മാത്രം പഠിച്ചാൽ പോരാ, നിൽക്കാനും പഠിക്കണം. ആ അനുമോള് എത്ര പ്രാവശ്യം പറഞ്ഞു, നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ നമ്പേഴ്സ് ആണ് ഷെയർ ചെയ്തത്. എന്തെല്ലാം കഥകൾ ഇവരുണ്ടാക്കി സംസാരിച്ചു. കുറച്ചു മുമ്പ് തന്നെ അക്ബറിനോട് പറഞ്ഞു ആ ടിഷ്യൂ പേപ്പർ ചുരുട്ടി കൂട്ടി കളഞ്ഞു എന്നുള്ളത്. ഇപ്പോ ഞാൻ ഇപ്പൊ ആ ടിഷ്യൂ ബ്ലൈൻഡ്സ് മാറിയപ്പോ തന്നെ ആ ടിഷ്യൂ പേപ്പർ നൂറ് എടുത്തോണ്ട് പോകുന്ന കണ്ടോ. ഇതാണ് പറയുന്നത്. സത്യം എന്നായാലും മറ നീക്കി വരും. ആ പെങ്കൊച്ച് അത്രയും നെഞ്ചുകുട്ടിയാണ് അവിടെ കരഞ്ഞിട്ട് പറഞ്ഞത് ഇതിന് അവള് അനുഭവിക്കുന്നുള്ളത്. നൂറയ്ക്ക് ബോധല്ലേ? 24/7 ആളുകൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു, ചുറ്റും ക്യാമറ, എന്നിട്ട് ഇമാതിരി വൃത്തിയേട് കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അത് മാത്രമല്ല, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ആ പെങ്കൊച്ചിന്റെ ഭാഗത്തുനിന്ന്, നൂറുടെ ഭാഗത്തുനിന്ന് ഖമ എന്നൊരു അക്ഷരം വന്നില്ല. നമ്മളും കുറെ ലോകം കണ്ടതല്ലേ, നമ്മളും കുറെ ചോറ് എന്നല്ലേ കഴിക്കുന്നേ. ആ പെങ്കൊച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോ തന്നെ മനസ്സിലായി അനുമോള് പറയുന്ന സത്യമാണെന്ന്. എന്തിനായിരിക്കും ഇവര് ഈ പണി ചെയ്തിട്ടുണ്ടാവുക? എന്തിനായിരിക്കും ഈ ഇത്രയും വലിയൊരു ബിഗ് ബോസ് ഗെയിമിൽ വന്നിട്ട് ഇവരിങ്ങനെ ആ അനുമോളെ കരിവരുത്തേച്ചത് എന്തുകൊണ്ടായിരിക്കും? കപ്പ് കിട്ടാതിരിക്കാനും പുറത്ത് അനുമോൾക്ക് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനും അനുമോൾ ഒരു നുണച്ചിയാണ് എന്ന് ലോകത്തിനോട് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിലേക്ക് ഇപ്പൊ പുതിയ പേര് ഞാൻ കുറച്ച് കമന്റ്സിൽ കണ്ടു, ഓന്തില്ല എന്ന് പറഞ്ഞിട്ട്. ഓന്ത് അത് കേട്ടിട്ട് മരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഇങ്ങനെ വൃത്തികേട് കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യമൊക്കെ അതിലെ നൂറ പ്രൊട്ടക്ട് ലൈക്ക് ചീത്ത പറയായിരുന്നു, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നൂറയ്ക്ക് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയി, ഇത് വിഷയമാണ്. അപ്പൊ അതിലെ സ്വന്തം പാർട്ട്ണറെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതാണ്. ഇതാണോ പ്രൊട്ടക്ഷൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണോ പ്രൊട്ടക്ഷൻ? നൈസായിട്ട് ബ്ലൈൻഡ്സ് മാറിയപ്പോ പോയിട്ട് ആ പേപ്പർ എടുത്തിട്ട് വന്നു. അപ്പൊ ഈ ചുറ്റുള്ള ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടായില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പം അനുമോള് നെഞ്ചു പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടും അക്ബർ അടക്കം പറഞ്ഞു വൃത്തികെട്ട ഗെയിമാണ് കളിച്ചതെന്ന്. ആരാണ് ഇപ്പൊ വൃത്തികെട്ട ഗെയിം കളിച്ചത്? പറയാ, ആരാണ് വൃത്തികെട്ട ഗെയിം കളിച്ചത്? ലോകത്തിന് മുന്നിൽ ഇപ്പൊ കാണിച്ചു കൊടുത്തില്ലേ ആരാണ് വൃത്തികെട്ട ഗെയിം കളിച്ചതെന്നും ആരുടെ കണ്ണീരിലാണ് സത്യം ഉള്ളതെന്നുള്ളത്. ഇത്ര വൃത്തികെട്ട ഒരു ഗ്രഡ്ജ് പിടിച്ചൊരു സീസൺ ഗെയിമിനെയും ഇങ്ങനത്തെ മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ജയിക്കാൻ വേണ്ടിയിട്ട്, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയുന്ന ഒരു ഇങ്ങനത്തെ ആൾക്കാരുകൾ. ഷോ ഈ ഓൺ നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ ബിഗ് ബോസിന് എവിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയണോ, എന്തെങ്കിലും ചോദിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും, സ്വന്തം നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിഞ്ഞ സീസണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വിളിക്കാൻ പറയണോ, ഫാമിലിയോട് പോയിട്ട് ഓക്കെ, അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ആ അനു അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഓൺ നമ്പേഴ്സ് ആണ് ഷെയർ ചെയ്തതെന്ന്. അതിനെ വളച്ചൊടിച്ച് അനുമോൾ ആക്ച്വലി ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതാണ്. ഇവരതിനെ വലിച്ചു കീറി ഒട്ടിച്ചു. പക്ഷെ ഐ എം സോ ഹാപ്പി കേട്ടോ, സോ ഹാപ്പി. ലൈവ് കണ്ടപ്പോൾ ഷോ എന്താണ് ഈ പെങ്കൊച്ചിന് കണ്ണീര് കഴിഞ്ഞ് നേരമല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത് എന്താ പറയാ, എനിക്ക് അറിയില്ല. ബട്ട് ഐ എം സോ ഹാപ്പി. കാരണം അതിലേക്ക് അങ്ങനെ ഒരു പൊട്ടത്തരം ബുദ്ധി തോന്നിയതും അത് പോയി എടുക്കുക, അത് ലോകം മുഴുവൻ കാണേണ്ട വന്നതും അനുമോളുടെ ഭാഗത്ത് ശരിയാണെന്ന് അനുമോളെ വലിച്ചിടാൻ നോക്കുന്നവരോടാണ് പറയുന്നത്. കണ്ടോ, അനുമോള് പറഞ്ഞത് സത്യമാണ്. ടിഷ്യൂ ചുരുട്ടി കൂട്ടിക്കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയ ടിഷ്യൂ എങ്ങനെയാണ് പറന്ന് അവിടെ വന്നിരുന്നോ? ആ ടിഷ്യൂ കണ്ടുപിടിക്കുക, നോക്കുക, എന്താണെന്ന് ചെയ്താൽ കള്ളി വെളിച്ചത്താവുമെന്ന് മനസ്സിലായി. എന്നിട്ട് കാണിച്ച സംഭവമാണ് ഇത്. ഒരു കള്ളം മറയ്ക്കാൻ ഒരു 10,000 കള്ളങ്ങളും മേലെ.